നാളെ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ മുന്നൊരുക്കത്തിലാണ് എല്ലാ ആളുകളും. ഇന്നിപ്പോൾ അതിങ്ങനെ നാളെ ഇങ്ങനെ പ്രതീക്ഷിച്ച് മണിക്കൂർ മിനിറ്റുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ വളരെ വ്യക്തമായി ഈ പ്രാവശ്യത്തെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് വയനാട് മണ്ഡലത്തിൽ നിന്ന് 4,52,000 വോട്ടിന്റെ ഭൂരിപക്ഷം, 4,00,000 മുകളിലുള്ള ഭൂരിപക്ഷം ഈ പ്രാവശ്യം പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാകും എന്ന് തീർച്ചപ്പെടുത്തി വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്, ഒരു പൊതുപ്രവർത്തകരാണ് ഞാൻ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായി എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ ഞാൻ കണക്ക് കൂട്ടി കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ കിട്ടിയ ചില കാര്യങ്ങൾ അറിയുമ്പോൾ 9,52,000 വോട്ടാണ് ഈ പ്രാവശ്യം പോൾ ചെയ്തത്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഈ പ്രാവശ്യത്തെ പോളിംഗ് വന്ന വോട്ട് അറിയുന്നത് 9,52,000 വോട്ടാണ്. ഈ വോട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രന് BJP കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 1,41,000 സിസ്റ്റം ചെറിയ വോട്ട് കിട്ടിയിട്ടുണ്ട്, 140. ഈ പ്രാവശ്യം ഞാൻ വിലയിരുത്തുന്നത്, കണക്ക് കൂട്ടുന്നത്, ഇതിൻ്റെ ഒരു റീഡിങ് ഒരു 90,92,000 വോട്ടിന്റെ അവിടെ ഒരു 50 വോട്ടിന്റെ കുറവ് ഈ പ്രാവശ്യം BJPന്റെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമല്ല. ആ വോട്ട് ഈ പ്രാവശ്യം പ്രിയങ്ക ഗാന്ധിക്ക് ഈ പ്രാവശ്യം കിട്ടാൻ പോകുന്നത്. അതേപോലെ തന്നെ സത്യം മൊകേരിക്ക് ഈ പ്രാവശ്യം ആനി രാജക്ക് കിട്ടിയ വോട്ടിൻ്റെ നിന്ന് ഈ പ്രാവശ്യം ഞാൻ പ്രതീക്ഷിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് 2,10,000 അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ചെറിയ മാറ്റത്തോട് കൂടിയിട്ടാണ് ഉണ്ടാകുക. അങ്ങനെ വന്നാൽ ഈ പ്രാവശ്യം പ്രിയങ്ക ഗാന്ധിക്ക് 6,50,000 60 70 ഈ മാറ്റം 6,50,000 മുകളിലുള്ള വോട്ട് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടും. അങ്ങനെ വന്നാൽ ഈ വോട്ട്, അതായത് സത്യം മൊകേരിന്റെ വോട്ട് പ്രിയങ്ക ഗാന്ധി കിട്ടിയ വോട്ടിൽ നിന്ന് കുറവ് ചെയ്താൽ 2,10,000 വോട്ടിന്റെ കുറവ് കണ്ടാൽ അതാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഈ പ്രാവശ്യം 4,50,000 പുറത്തുള്ള വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി ജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. ഇത് പ്രധാനമായി അടിസ്ഥാനപ്പെടുത്തേണ്ടത്, പല ആളുകളും സംശയത്തോടു കൂടി പറയുന്നത്, പല ആൾക്കാർക്കും ഉള്ള ഭീതിയും പേടിയൊക്കെ, ഞാൻ മനസ്സിലാക്കുന്നത് UDFന്റെ ചില നേതാക്കന്മാർ പോലും ഭീതിയോടുകൂടി പേടിയോടുകൂടി പറയാൻ മടിക്കുന്ന ചില കാര്യത്തിലൊന്നും ഭൂരിപക്ഷം ഉള്ളിൽ പറഞ്ഞാൽ തന്നെ പേടിയാണ്. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പലരും ഇങ്ങോട്ട് വെറുതെ വെട്ടിത്തരം പറയുകയാണെന്ന് കൊടുത്താൽ നിൽക്കുന്നത് ശരിയല്ല. കൃത്യമായി ഞാൻ വളരെ വ്യക്തമായി എനിക്ക് ബോധ്യപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പ്രിയങ്ക ഗാന്ധി ഈ പോളിംഗ് ശതമാനത്തിലെ ഏറ്റവും കുറവ്, ഇപ്പോൾ പാർലമെന്റ് മണ്ഡലം വന്നതിന് ശേഷമുണ്ടായ 4-3 തെരഞ്ഞെടുപ്പിനകത്ത് ഏറ്റവും കുറഞ്ഞ പോളിംഗ് നടന്ന സമയം ഇപ്രാവശ്യമാണ്. പക്ഷേ ആ സമയത്ത് തന്നെ വോട്ടർമാർ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി എതിർക്കുന്ന ആളുകളൊക്കെ വീട്ടിൽ പോയി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ പോളിംഗ് സ്റ്റേഷനിലേക്ക് ഓരോ ആൾക്കാരെ പോലും കൊടുത്തിട്ടില്ല. എന്താ കാരണം? പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ഒരു ഗ്ലാമർ ഇന്നത്തെ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും നല്ല നിർണായകമായൊരു സമയത്തുള്ള ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു വളരെ പെർഫെക്റ്റ് ആയ ഒരു സ്ഥാനാർത്ഥി നിലയിൽ ആര് ചെന്നാലും ശരി പ്രിയങ്ക ഗാന്ധി വോട്ട് ചെയ്യുന്ന ഉറപ്പാണ്. നമ്മളെ മറ്റ് സ്ഥാനാർത്ഥികളുടെ വോട്ടർമാരെ നിർബന്ധിച്ച് പോളിംഗ് സ്റ്റേഷനിൽ എത്തി ആ വോട്ട് കിട്ടൂല എന്നുള്ളത് ഉറപ്പിച്ചിട്ട് തന്നെ ഒരു നിരക്കുള്ള സമ്മർദ്ദം ചെലുത്താതെ വന്നോര് വോട്ട് ചെയ്തോട്ടെ എന്നുള്ളടത്തേക്ക് വളരെ ശക്തമായി വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ള വോട്ടുകൾ മാത്രമാണ് ഈ പ്രാവശ്യം പോളിംഗ് ചെയ്യാൻ മറ്റ് ഇടതുപക്ഷത്തിന്റെ ആളുകൾ BJPക്കാർ തയ്യാറായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തിൽ വന്നു പോയിട്ടുള്ള കുറവുണ്ടെങ്കിലും ശരി, ഈ പ്രാവശ്യം പ്രിയങ്ക ഗാന്ധിക്ക് ചെയ്ത വോട്ടിൽ ഏറ്റവും നല്ല ഈ പ്രാവശ്യത്തെ UDFന്റെ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് കിട്ടിയ ഏറ്റവും വളരെ കൂടുതലുള്ള വോട്ട് കിട്ടി ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ശരി, നാളെ ഇതിൻ്റെ ഈ അവസ്ഥ ഞാൻ ഈ പ്രഖ്യാപിച്ച കാര്യങ്ങൾ പൂർണ്ണമായി ബോധ്യപ്പെടുന്ന നാളത്തെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതോടുകൂടി എല്ലാം ബോധ്യപ്പെടും. 100% 4,50,000 മുകളിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് നിസ്സംശയം തെരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല എന്ന് ഞാൻ ബോധ്യപ്പെടുത്തി പറയാണ്.